നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടിരിക്കുകയാണ്. നോക്കാം. ജോൺ ഹു ഡാഷ് ജസ്റ്റ് ക്വസ്റ്റ്യൻഡ് ഈസ് നൗ ഡാഷ് ടു ഹാവ് കമ്മിറ്റഡ് ദ ക്രൈം. ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ നോക്കുക. എ ഓപ്ഷൻ ഈസ് ഫൗണ്ടഡ്, അടുത്തത് ഹാസ് ഫൗണ്ടഡ്, അടുത്തത് ഈസ് ഫൗണ്ട്, അടുത്തത് ഹാസ് ബീൻ ഫൗണ്ട്. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ജസ്റ്റ് എന്ന് പറയുന്ന വാക്കാണ്. ഈ ജസ്റ്റ് എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ടൈമിംഗ് വേർഡാണ്. ഏത് ടെൻസിന്റെ ടൈമിംഗ് വേർഡാണ് അത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ടൈമിംഗ് വേർഡാണ്. ഏത് ടെൻസിന്റെയാണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ടൈമിംഗ് വേർഡാണ്. അപ്പൊ ഇവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ വരേണ്ട ഭാഗം ഇവിടെ നോക്കുക. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സഹായക്രിയകൾ നമുക്കറിയാം. ഏതൊക്കെയാ? ഹാസും ഹാവുമാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സഹായക്രിയകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഹാസ് ഓർ ഹാവ് ആണ്. അപ്പൊ ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ് ഇവിടെ സഹായക്രിയയായിട്ട് വരേണ്ടത്. അപ്പൊ നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ ആദ്യം വരേണ്ട ഭാഗത്ത് ഹാസ് എഴുതിയിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ഇവിടെ ഹാസ് തന്നിട്ടില്ല, ഇവിടെയും തന്നിട്ടില്ല. പിന്നെ ഉള്ളത് എവിടേക്കാ? ഈ ഹാസും ഈ ഹാസ് ബീനുമാണ്. അപ്പൊ ഇനി ഹാസ് ആണോ ഹാസ് ബീൻ ആണോ വരേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതെന്തിനെ ആശ്രയിച്ചാണ്? കാരണം നമുക്കറിയാം ഏത് ടെൻസും അല്ലെങ്കിൽ എല്ലാ ടെൻസിനും രണ്ട് വോയിസസിൽ പറയാൻ പറ്റും. രണ്ട് വോയിസുകളുണ്ട് അല്ലെ? രണ്ട് വോയിസിൽ, അതായത് ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും അല്ലെ? ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും നമുക്ക് വസ്തുതകളെ പറയാൻ പറ്റും, കാര്യങ്ങളെ പറയാൻ പറ്റും. അപ്പൊ നോക്കുക, ഇവിടെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും നോക്കുക. ഇവിടെ ആക്റ്റീവ് വോയിസിലെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം? സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്ട് എന്നാണ് എഴുതേണ്ടത് ആക്റ്റീവ് വോയിസ്. പാസീവ് വോയിസിൽ വരുമ്പോൾ എങ്ങനെയാണ്? ഒബ്ജക്ട് പ്ലസ് ആക്റ്റീവ് വോയിസിന്റെ പാസീവ് വോയിസിന്റെ പ്രത്യേകത എന്താണ്? ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് എപ്പോഴും സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നത് നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നു. പാസീവ് വോയിസ് എന്ന് വെച്ചാലോ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് പറയുന്നു അല്ലെ? അപ്പൊ ഇവിടെ ആക്റ്റീവ് വോയിസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് പറയുമ്പോൾ സബ്ജക്റ്റ് ആണ് ആദ്യം വരുന്നത്. അങ്ങനെ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്ട്. ഇനി പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നു, അതുകൊണ്ട് ഒബ്ജക്റ്റ് ആദ്യം വരണം. അങ്ങനെ വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് വരേണ്ടത്? ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് V3 എന്ന് വരണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഭാഗം ആക്റ്റീവ് വോയിസിലാണോ പാസീവ് വോയിസിലാണോ എഴുതേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അത് നമുക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്കത് ഏതാണെന്ന് നിർണ്ണയിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ നോക്കുക, ജോൺ കോമ കൊടുത്തിട്ട് റിലേറ്റീവ് പ്രൊനൗൺ കൊടുത്തിട്ട് ഇത്രയും ഭാഗം തന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? ഈ ജോണിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് അല്ലെ? ഈ ജോണിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അതിനു വേണ്ടിയാണ് ഇവിടെ ഒരു കോമ ഇട്ടിട്ട് ഇവിടെ റിലേറ്റീവ് പ്രൊനൗൺ കൊടുത്ത് ഇത്രയും ഇട്ടിരിക്കുന്നത്. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹു ഡാഷ് ജസ്റ്റ് ക്വസ്റ്റ്യൻഡ് എന്നുള്ളതാണ്. അപ്പൊ അത് ഇവിടെ ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ എഴുതേണ്ടത് എന്നുള്ളത് ബാക്കിയുള്ള വായിച്ചു നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എന്താണ് പറയുന്നത്? ഈസ് നൗ ഡാഷ് ടു ഹാവ് കമ്മിറ്റഡ് ദ ക്രൈം എന്നാണ്. അതായത് ഈ ജോൺ എന്ത് ചെയ്തതായിട്ട് കാണപ്പെടുന്നു? ഈ പറയുന്ന ക്രൈം, ഇവിടെ ഒരു ക്രൈം അവിടെ നടന്നു. ആ ക്രൈം ചെയ്തതായിട്ട് അല്ലെങ്കിൽ ആ ക്രൈം ചെയ്തത് ആരായിട്ട് കാണപ്പെടുന്നു? ജോൺ ചെയ്തതായിട്ട് കാണപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ജോൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവിടെ ക്രൈം ചെയ്തത്. അങ്ങനെയാകുമ്പോൾ പോലീസ് ആരെയായിരിക്കും ചോദ്യം ചെയ്യുക? ജോണിനെ ആയിരിക്കും ചോദ്യം ചെയ്യുക. അങ്ങനെ ജോണിനെ ചോദ്യം ചെയ്യുമ്പോൾ അല്ലെ, പോലീസ് ജോണിനെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ ആരാണ് ചോദ്യം ചെയ്തത്? പോലീസാണ് ചോദ്യം ചെയ്തത്. ആ പോലീസ് എന്ന് പറയുന്നതാണ് അവിടുത്തെ സബ്ജക്റ്റ്. കാരണം സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു പ്രവൃത്തി ചെയ്യുന്നതാണ് അല്ലെ? അപ്പം പോലീസാണ് അവിടുത്തെ സബ്ജക്റ്റ്. പിന്നെ അവിടുത്തെ ഒബ്ജക്റ്റ് ആരാണ്? ജോണാണ്. കാരണം ജോണിനെയാണ് ചോദ്യം ചെയ്തത്. എന്നാൽ ഇവിടെ നമുക്ക് ഈ പറയുന്ന സെന്റൻസിൽ ഈ ജോൺ എന്ന് പറയുന്ന ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. ആ ജോണിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഹു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ജോൺ എന്ന് പറയുന്ന ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് അല്ലെ? ജോൺ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. ഇവിടെ നമ്മൾ പോലീസിനെ കുറിച്ചൊന്നും പറയുന്നില്ല, കാരണം അത് അണ്ടർസ്റ്റുഡ് ആണ്. ഒരു ക്രൈം ചെയ്താൽ ചോദ്യം ചെയ്യുന്നത് ആരായിരിക്കും? പോലീസായിരിക്കും ആദ്യം വന്ന് ചോദ്യം ചെയ്തത്. അത് അണ്ടർസ്റ്റുഡ് ആണ്. അതുകൊണ്ട് ആ സബ്ജക്റ്റിനെ നമുക്കവിടെ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. ആരെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അങ്ങനെ ആരെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ ഒബ്ജക്റ്റിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്.
അങ്ങനെ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു സെന്റൻസ് ആണ് ഈ സെന്റൻസ്. അതായത് ഈ തന്നിരിക്കുന്ന സെന്റൻസ് മുഴുവനും ഏത് വോയിസിലാണ് പറഞ്ഞിരിക്കുന്നത്? പാസീവ് വോയിസിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ വരേണ്ട സഹായക്രിയ എന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കണം? പാസീവ് വോയിസിന്റെ ഫോമിനനുസരിച്ചായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ സഹായക്രിയകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ? ഹാസ് ഓർ ഹാവ്, പിന്നെ അതിന്റെ കൂടെ എന്തും കൂടെ വരണം? ബീനും കൂടെ വരണം. അങ്ങനെ ബീനും കൂടെ വന്നാലേ ഇതെന്തായി മാറത്തുള്ളൂ? പാസീവ് വോയിസ് ആയി മാറത്തുള്ളൂ. ബീൻ വന്നില്ലെങ്കിലോ ഹാസ് ഓർ ഹാവിന് ശേഷം ബീൻ എഴുതാതെ V3 എഴുതി കഴിഞ്ഞാൽ അത് ഏത് വോയിസ് ആയി മാറും? ആക്റ്റീവ് വോയിസ് ആയി മാറും. പാസീവ് വോയിസ് ആവണമെങ്കിൽ ആദ്യം നമ്മൾ ഒബ്ജക്റ്റ് എഴുതുക, അതിനുശേഷം ഹാസ് ഓർ ഹാവ് എഴുതുക, എന്നിട്ട് ബീൻ എഴുതുക, എന്നിട്ട് V3 ഫോം എഴുതുക. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ എന്ന് തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. നോക്കുമ്പോൾ ഇവിടെ ഉണ്ട് ഹാസ് ബീൻ, അല്ലെ? ഹാസ് ബീൻ എന്നുള്ളത് ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ ഹാസ് ബീൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഇവിടെ ഹാസ് ബീൻ. ഇപ്പൊ ജോൺ ഹു ഹാസ് ബീൻ ക്വസ്റ്റ്യൻഡ് ഈസ് നൗ ഫൗണ്ട്. ഇനി ഇവ ഫൗണ്ട് ആണോ ഫൗണ്ടഡ് ആണെന്നുള്ളത് എന്തായാലും നമുക്ക് ഈ ഹാസ് ബീൻ കണ്ട സ്ഥിതിക്ക്, അല്ലേ? അപ്പൊ ഇതാണ് ആൻസർ ആയി വരിക. ഇവിടെ വേറെ ഒന്നും ഹാസ് ബീൻ ഇല്ല. അപ്പം ഇതാണ് ആൻസർ ആയി വരിക. പിന്നെ തീർച്ചയായിട്ടും അതിന്റെ കൂടെ ഉള്ള ഫൗണ്ട് ആയിരിക്കണം നമ്മൾ ഇവിടെ എഴുതേണ്ടത്. എന്തുകൊണ്ടാണ് ഇവിടെ ഫൗണ്ട് എഴുതിയത്? കാരണം ഇവിടെ ഫൗണ്ട് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? കാണപ്പെട്ടു എന്നർത്ഥമില്ല, അല്ലെങ്കിൽ കാണപ്പെടുന്നു എന്നർത്ഥത്തില്ല. അപ്പൊ കാണുക എന്നർത്ഥം വരുന്ന വെർബിന്റെ V3 ഫോം ആയിരിക്കണം നമ്മളോട് എഴുതേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മളിവിടെ V3 ഫോം എഴുതാൻ കാരണം? ഇവിടെ ഈസ് എന്ന് പറയുന്ന സഹായക്രിയ വന്നു. ഈസ് എന്ന് പറയുന്ന സഹായക്രിയ എന്ന് പറയുന്നത് ഏതാണ്? ബി ഫോംസിൽ പെടുന്നതാണ്. ഏതാണ്? ബി ഫോംസിൽ പെടുന്നതാണ്, അല്ലെ? ഇതും പാസീവ് വോയിസിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പാസീവ് വോയിസിന്റെ അടിസ്ഥാന ഘടന എങ്ങനെയാ? ബി ഫോംസ് പ്ലസ് V3 എന്നാണ്, അല്ലെ? പാസീവ് വോയിസിലുള്ള ഏതൊരു സെന്റൻസിന്റെയും വെർബിന്റെ ഘടന എങ്ങനെ ആയിരിക്കണം? ബി ഫോംസ് പ്ലസ് V3, അതായത് ബിയുടെ രൂപങ്ങൾ പിന്നെ V3. ഇവിടെ നോക്കുക, ഇവിടെയും ഈ ഹാസ് ബീൻ എന്ന് പറയുന്നത് എന്തിന്റെ രൂപ? ബിയുടെ പ്രസന്റ് പെർഫെക്റ്റ് ഫോമാണ്, അല്ലെ? ബിയുടെ പ്രസന്റ് പെർഫെക്റ്റ് ഫോമാണ് ഹാസ് ബീൻ. അതിനുശേഷം ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന V3 എഴുതി. ഇവിടെ നമുക്ക് ഈസ് ആണ് വന്നിരിക്കുന്നത്. ഈസിന് ശേഷം ഇതും പാസീവ് വോയിസ് ആണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ നമ്മൾ എഴുതേണ്ട ഏത് ഫോം ആയിരിക്കണം? V3 ഫോം ആയിരിക്കണം. ഏത് അർത്ഥം വരുന്ന വെർബിന്റെ? ഫൈൻഡ് എന്നർത്ഥം വരുന്ന വെർബിന്റെ. ഈ ഫൈൻഡ് അല്ലെ? ഫൈൻഡ് എന്ന അർത്ഥം എന്നല്ല, കാണുക എന്ന അർത്ഥം വരുന്ന ഫൈൻഡ് എന്ന് പറയുന്ന വെർബിന്റെ എന്താണ്? V2 V3 ഫോമാണ് നമ്മൾ എഴുതേണ്ടത്. അങ്ങനെ കാണുക എന്ന അർത്ഥം വരുന്ന ഫൈൻഡ്, അല്ലെ? അതിന്റെ V2 ഫോം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഫൗണ്ട് എന്നായിരിക്കും. V3 ഫോമും ഫൗണ്ട് എന്നായിരിക്കും. എന്നാൽ അപ്പൊ ഇവിടെ നോക്കുക, ഫൗണ്ട് എന്ന് പറയുന്ന വെർബ്, ഈ ഫൈൻഡ് ഈ ഫൗണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഫൗണ്ടിന്റെ അർത്ഥം എന്താ? സ്ഥാപിക്കുക എന്നർത്ഥമില്ല, അല്ലെ? നമ്മൾ കേട്ടിട്ടില്ലേ എന്ത്? ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചതാണെന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ബ്രഹ്മസമാജം ഹാസ് ബീൻ അല്ലെങ്കിൽ വാസ് ഫൗണ്ടഡ് ബൈ. അപ്പൊ അവിടെ V2 ആയിട്ട് വേണ്ടത് ഫൗണ്ടഡ് ആണ്, അല്ലെ? ഫൗണ്ടഡ് ബൈ രാജാറാം മോഹൻ റോയ് എന്ന് പറയും. അപ്പൊ അങ്ങനെ അവിടെ വരുമ്പോൾ നമ്മൾ ഫൗണ്ടഡ് എന്നാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഫൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം എന്തായിരിക്കും? സ്ഥാപിച്ചത് അല്ലെങ്കിൽ സ്ഥാപിക്കപ്പെട്ടത് എന്ന് വരും. എന്നാൽ ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ കാണപ്പെട്ടത് എന്ന് വരും ഈ ഫൗണ്ട്. അപ്പൊ ഫൈൻഡ്, കാണുക എന്ന അർത്ഥം വരുന്ന ഫൈൻഡ് V2 ഫോമായി ഫൗണ്ട് ആയിരിക്കണം നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പൊ ഇവിടുത്തെ ആൻസർ പൂർണ്ണമായിട്ട് ഏതാണ്? ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ ജോൺ ഹു ഹാസ് ബീൻ ജസ്റ്റ് ക്വസ്റ്റ്യൻഡ് ഈസ് നൗ ഫൗണ്ട് ടു ഹാവ് കമ്മിറ്റഡ് ദ ക്രൈം എന്ന് ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലേക്ക് ലഭിക്കാൻ വേണ്ടി ആദ്യമായി കാണുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.